മൂന്നാമത്തെയും നാലാമത്തെയും ഖലീഫന്റെ പേരൊന്നല്ലേ അലി ഉസ്മാൻ. അക്രമികളാൽ അവസാനിപ്പിക്കപ്പെടുകയായിരുന്നു രണ്ടു ജീവിതവും. ഒരാളുടെ കഴുത്തുവെട്ടി മറ്റൊരാളുടെ കല്ലെറിഞ്ഞ്. അല്ലേ സത്യം? തർക്കത്തിനൊന്നും ഞാൻ നിങ്ങൾ തർക്കിച്ചു. അധികാരത്തിലേക്ക് ആളെ കയറ്റാൻ ഇസ്ലാമിൽ വ്യവസ്ഥയില്ല, ഇറക്കാനും വ്യവസ്ഥയില്ല. എന്തല്ലാണ്ട് പോയത്? പ്രപഞ്ചത്തെക്കുറിച്ച് സമഗ്രവും സർവതലസ്പർശിയുമായ ദർശനം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് മുസ്ലിം മതവിശ്വാസം. എങ്കിൽ സമഗ്രമായ പ്രപഞ്ച ദർശനത്തെക്കുറിച്ച് പറയുന്ന, പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഖുർആനിൽ എന്തേ അധികാര സംബന്ധമായി അരക്കഷ്ണം ആയത്തില്ലാതെ പോയത്? പടച്ചോന് പേരില്ല. ഹീറാഗോയിൽ തപസ്സിരുന്ന അന്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ മനതാരിലേക്ക് പടച്ചവന്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത മെസഞ്ചർ, ദൂതൻ ജബരിയേൽ എന്ന മലക്കിന് കൊണ്ടുവരുമ്പോൾ ടച്ച് സ്ക്രീനിൽ തൊട്ടപ്പോൾ ഡിലീറ്റായി പോയതാ? അല്ല. പിന്നെയോ അള്ളാഹുവിങ്കിൽ നിന്നും അത്തരമൊരു കൽപ്പന അവതീർണമാക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് പടച്ചോന് വരില്ലാഞ്ഞിട്ടില്ല, ഇത് വേണ്ട എന്ന് വെച്ചിട്ട്. അപ്പൊ ഇസ്ലാമിൽ അധികാരത്തിൽ ആളെ കയറ്റാൻ വ്യവസ്ഥയില്ല, ഇസ്ലാമിൽ ആളെ അധികാരത്തിൽ നിന്ന് ഇറക്കാനും വ്യവസ്ഥയില്ല. ഇനി മതരാഷ്ട്രവാദക്കാരോട് ഞങ്ങൾ വിനയത്തോടെ എന്നാൽ വിറയ്ക്കാതെ ശബ്ദത്തിൽ ചോദിക്കട്ടെ, മതരാഷ്ട്രം വന്നൂന്ന് വെക്കുക നിങ്ങളെ ഭൂതിക്ക്. അല്ല, സ്വപ്നം കാണുമ്പോൾ എക്സ്ട്രാ രസം വെച്ച് പോയി ബിരിയാണിയില്ല കാണാനും ഇല്ലൊന്നുമില്ലല്ലോ, രാവിലെ എണീറ്റ് പഠിക്കുകയാൽ മതി. നിങ്ങൾ രാജ്യം വന്നു എന്ന കുറ്റ ഈ പറയുന്ന തീവ്രവാദികളുടെ എന്തായിരിക്കും സ്ഥിതി? ആരാണ് ഖലീഫ? എന്താണ് കൂടിയാലോചന സംവിധാനം? ഷൂറ? ഏതാണ് വ്യവസ്ഥ? ഏതാണ് അവസ്ഥ? ആരാണ് അധികാരി? എന്താണ് നിലപാട്? ഒന്ന് പറയണ്ടേ? ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഒരേ വിഭാഗങ്ങളല്ല നിലവിലുള്ളത്. അവാന്തര വിഭാഗങ്ങൾ അനവധിയാണ്. വൈരുദ്ധ്യങ്ങൾ കൊമ്പ് കോർത്തു നിൽക്കുന്നുണ്ട്. ലോക മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ രണ്ടാണ്: ഷിയാക്കൾ, സുന്നികൾ. അവർക്കിടയിൽ അവാന്തര വിഭാഗങ്ങളേറെ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. മറ്റേ മൂന്നെണ്ണം എല്ലാം കൂടി പറഞ്ഞ് മൊയ്യാടെ ചില്ലറട്ടാളുടെ വേറെ പറഞ്ഞോട്ടെ. ഈ വിഭാഗങ്ങളെല്ലാം കൂടി എങ്ങനെ യോജിപ്പിച്ച് നിർത്തും? കേരളത്തിന്റെ അനുഭവം എടുത്ത് നിങ്ങൾ. ഒരുത്തൻ സലാം ചൊല്ലിയാൽ മറ്റോ മടക്കോ? ഇല്ല, കാല് മടക്കി മറ്റൊരു മോന്തക്ക് ചാമ്പും. അല്ലാതെ സലാം മടക്കിയല്ല, മടക്കോ? എത്ര റക്അത്താ നിസ്കാരം? 22 അല്ല, സുജൂദിലേക്ക് 2 തീരുമാനമായി. 21 സീഡി ഞാൻ കണ്ടുനോക്കി, എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? നിസ്കരിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ കൈ നെഞ്ചത്ത് ചേർത്ത് വെക്കണോ അല്ല അടിവയർ അമർത്തി പിടിക്കുകയാണോ? തർക്കം തീർന്നിട്ടുണ്ടോ? ഇല്ല. മയ്യത്ത് കബറെടുക്കുമ്പോൾ കല്ല് കിബിലക്കാണോ അല്ല അപ്പുറത്ത് ഗ്രൂപ്പപ്പെട്ട അണ്ണാക്കിലേക്ക് മൊയ്യാൻ എണ്ണാക്കിലേക്കാണോ എന്ന് തീർന്നിട്ടുണ്ടോ? ഇല്ല. കുളിക്കലങ്ങാടിയിൽ 8-9 മാസം മുമ്പ് മദ്രസ ഉദ്ഘാടനത്തിൽ തർക്കണ്ടായി. നമ്മളെ മലപ്പുറത്ത് കുളിക്കല് AP EK വിഭാഗക്കാർ തർക്കം. EK-കാരെ പോലും ഞമ്മളെ വാട്ട് വെക്കണമെന്ന്. അപ്പൊ AP-കാരൻ വന്നിട്ട് 80 വയസ്സുള്ള പ്രായം ചെന്നൊരു മൗലവി എന്ന് പറഞ്ഞു, മദ്രസന്റെ ഉദ്ഘാടനമല്ലേ മക്കളെ, AP ഇക്കൊന്നും നമുക്ക് വേണ്ട, ഉസായി പോതിക്കോളൂ, അതിന്റെ മുണ്ടണ്ടിച്ച വെച്ചോ. മറ്റോ സമ്മതിച്ചില്ല. മൂലക്കൽ ചാരി വെച്ച നല്ല കട്ടപ്പാരെടുത്തിട്ട് ഈ 80 വയസ്സ് കഴിഞ്ഞ പ്രായപ്പെട്ട പാവം AP വിഭാഗത്തിൽപ്പെട്ട വയോധികരെ മൂർധാവിന് ഓരോ തക്കുബീർ എന്ന് പറഞ്ഞ അടി കൊയ്യാനും അല്ലാഹു അക്ബർ എന്ന് വഫാത്തായി. നമ്മളാ കൊണ്ടുപോയത് പഠിക്കുമ്പോൾ അവിടെ കൊടുക്കുമ്പോഴേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പാവം. ഇതിൽ ആരുടേതാണ് നിങ്ങളുടെ ഗ്രൂപ്പ്? ഇതിലേതാണ് നിങ്ങളുടെ ഭരണം? പറയണ്ടേ വിശദീകരിക്കൽ? അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനത്തിന്റെ ദിവാസ്വപ്നങ്ങളുമായി തലയ്ക്കുവെളിവില്ലാതെ നടക്കുന്ന വികസന വിരോധത്തിന്റെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ പ്രേതങ്ങളെപ്പോലെ അലഞ്ഞു നടക്കുന്ന ഈ ഭിക്ഷാന്തേഹികളെ വികസന വിരുദ്ധരാണെന്നും ജനാധിപത്യ വിരുദ്ധരാണെന്നും മതത്തിനെതിരായുള്ളവരാണെന്നും ബോധ്യപ്പെടുത്താൻ സകല മതവിശ്വാസികളും തയ്യാറെടുക്കണം എന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്.